മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ മലപ്പുറത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. കോൺഗ്രസുമായുള്ള തർക്കം തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് വലിയ തിരിച്ചടിയായ സാഹചര്യത്തിൽ കൂടിയാണ് യോഗം നടക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാലിഹ് ചേർന്നുണ്ട്. സ്വാലിഹ്, എങ്ങനെയാണ് യോഗം പുരോഗമിക്കുന്നത്? ചർച്ചകൾ എങ്ങനെയാണ് നടക്കുന്നത്? അതിന്റെ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? സൗമ്യ, രണ്ട് കാര്യങ്ങളാണ് ഇന്ന് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ബാർ കോഴ കേസിൽ എന്ത് നിലപാട്, വിജിലൻസ് കോടതിയുടെ വിധി വരുന്നതോടെ എന്ത് നിലപാടെടുക്കണമെന്ന കാര്യത്തിൽ ഇന്ന് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതോടൊപ്പം പ്രധാനമായി ചർച്ച ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ തിരിച്ചടിയായ സാഹചര്യം, ഇക്കാര്യം ആണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ മാത്രം കോൺഗ്രസുമായി ഏറ്റുമുട്ടിയ, നേർക്കുനേർ മത്സരിച്ച ഇടങ്ങളിലെല്ലാം വലിയ പരിക്ക് ലീഗിനാണ് വന്നത്. കൊണ്ടോട്ടി നഗരസഭയും അതുപോലെ പരപ്പനങ്ങാടി നഗരസഭയും ലീഗിനെതിരെ കോൺഗ്രസ് മറ്റ് പാർട്ടികളുമായി സഹകരിച്ചുണ്ടാക്കിയ മതേതര മുന്നണിയും ജനകീയ മുന്നണിയും ജയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇക്കാര്യം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ജില്ലാ കമ്മിറ്റിയിലെ മിക്കവാറും നേതാക്കൾക്കെല്ലാം തന്നെ കോൺഗ്രസുമായി ജില്ലയിൽ ഇനി സഹകരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് പുറത്ത് ഇനി ഇരു പാർട്ടികളും തമ്മിൽ വിഴുപ്പലക്കേണ്ട എന്നൊരു നിലപാട് സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. മലപ്പുറം ജില്ലയിൽ 5 നഗരസഭകളാണ് UDFന് നഷ്ടമായത്. അതോടൊപ്പം 94 പഞ്ചായത്തുകളിൽ 45ഇടത്താണ് UDFന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. 27ഇടത്ത് LDFനും ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ 2010 വെറും 8 പഞ്ചായത്തുകളായിരുന്നു LDFനുണ്ടായിരുന്നത്. മലപ്പുറം ജില്ലയിലാകെ ഒരു നഗരസഭയായിരുന്നു LDFനുണ്ടായത്. UDFിലെ തമ്മിൽ തല്ലാണ് ഇത്തരത്തിലൊരു ജനവിധിയിലേക്ക് നീങ്ങിയതെന്നാണ് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത്. ലീഗിന് മൃഗീയ ഭൂരിപക്ഷമുള്ള മേഖലകളിലെല്ലാം ഇത്തരത്തിൽ നേർക്കുനേർ മത്സരിച്ചാലും വലിയ പരിക്കേൽക്കില്ല എന്ന ഒരു ധാരണ നേതൃത്വത്തിനുണ്ടായിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മറ്റ് പാർട്ടികളുമായി, പ്രത്യേകിച്ച് നേരത്തെ മുസ്ലിം ലീഗും കോൺഗ്രസും ഉണ്ടായിരുന്ന ധാരണയിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു പാർട്ടികൾ, CPM ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി ധാരണയുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ലീഗിനെ തോൽപ്പിക്കുകയും ചെയ്തു. ഇതാണ് പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. സൗമ്യ. സാലി, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത ഒരു തീരുമാനം എടുക്കണമെന്ന ഒരു ആവശ്യത്തിലേക്ക് ജില്ലാ നേതൃത്വം പോകുന്നുണ്ടോ? അക്കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും സംസ്ഥാന നേതൃത്വം പരിഗണിക്കുക? സൗമ്യ, തീർച്ചയായും മലപ്പുറം ജില്ലയിൽ വളരെ കാലമായുള്ള ശത്രുതയാണ് ഇരു പാർട്ടികൾക്കുമിടയിലുള്ളത്. ആര്യാടൻ മുഹമ്മദും മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കളും തമ്മിലുള്ള ദീർഘകാലത്തെ അകൽച്ചയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന് പിന്നിൽ. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ 24 പഞ്ചായത്തുകളിലും 2 നഗരസഭയിലും ഒരു ബ്ലോക്ക് ഡിവിഷനിലും നേർക്കുനേർ വെവ്വേറെ തന്നെയായിരുന്നു മത്സരിച്ചിരുന്നത്. ഒരു കാരണവശാലും കോൺഗ്രസുമായി യോജിച്ചു പോകാൻ കഴിയാത്ത സ്ഥലങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ട്. കോൺഗ്രസിന് മേൽക്കൈയുള്ള ഭാഗങ്ങളിലെല്ലാം ഇതുതന്നെയാണ് സ്ഥിതി. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കോൺഗ്രസുമായി സഹകരിച്ചു പോകാൻ പല ഘട്ടങ്ങളിലും ബുദ്ധിമുട്ടുണ്ട്. അതേസമയം UDFിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു നടപടിയും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നാണ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സമവായ ചർച്ചകളെല്ലാം ആ രീതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ഈ സമവായ ചർച്ചകളിലെ ഒരു ധാരണ, വെവ്വേറെ മത്സരിക്കുകയാണെങ്കിൽ മറ്റു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാൻ പാടില്ല എന്നായിരുന്നു. UDFന് പുറത്തുള്ളവരുമായി സഖ്യമുണ്ടാക്കരുത് എന്നൊരു ധാരണ കോൺഗ്രസുമായി ഉണ്ടായിരുന്നു. ഇത് കോൺഗ്രസ് തെറ്റിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി എന്ത് നടപടിയായിരിക്കണം, എന്ത് നിലപാടായിരിക്കണം ഈ ഘട്ടത്തിൽ? സ്വാഭാവികമായും സാമ്പാർ മുന്നണി എന്നൊക്കെയാണ് മലപ്പുറത്ത് ജില്ലയിൽ ഇത്തരം മുന്നണിയെ വിശേഷിപ്പിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യമാണ് പ്രധാനമായും ചർച്ചയാവുന്നത്. എങ്ങനെ ഇനി കോൺഗ്രസിനോട് സഹകരിക്കാനാവും? മുന്നണിയുടെ ധാരണകൾ. ഇതേപോലെ മറ്റൊരു കാര്യം, വാർഡ് തലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന അതേ വോട്ടുകൾ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഉള്ള സ്ഥാനാർത്ഥികൾക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും ലഭിക്കണമെന്ന്, അല്ലെങ്കിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ലഭിക്കണമെന്ന ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇത് ലീഗ് തെരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിക്കുമെന്നും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പലയിടത്തും പഞ്ചായത്തുകളിൽ വലിയ വോട്ട് ലഭിച്ച സ്ഥലങ്ങളിൽ തന്നെ ബ്ലോക്കിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയുന്ന സാഹചര്യം കണ്ടു. ഇതെല്ലാം കൃത്യമായി വിവരങ്ങൾ നൽകിയത്.